നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്തി. പുതിയ സർക്കുലർ ഗതാഗത വകുപ്പ് പുറത്തിറക്കി. ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകിയത്. അതിരപ്പള്ളി ജംഗിൾ സഫാരി യാത്രയ്ക്ക് തിരക്കേറുന്നു. അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനാണ് സഫാരി യാത്ര ഒരുക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിൽ 50-ൽ പരം സഫാരികളാണ് സംഘടിപ്പിച്ചത്. ഇതിനകം 300-ൽ പരം സഞ്ചാരികൾ സഫാരിയിൽ പങ്കാളികളായി. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദേശീയപാത അധികൃതരുടെയും കരാറുകാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി നഗരസഭാ യോഗം ചേർന്നു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി യാത്ര കാര്യക്ഷമമാക്കുന്നതിന് മെയ് 15ഓടുകൂടി ബൈപ്പാസിൽ സർവീസ് റോഡുകൾ തുറന്നുകൊടുക്കാൻ യോഗത്തിൽ ധാരണയായി. കിഴക്കിന്റെ പാതവ് എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 14 നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് മെയ് 7 ചൊവ്വാഴ്ച കൊടികയറും. രാവിലെ 10-ന് കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതലയെ ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്ന് സ്വീകരിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിനൊപ്പം നിരക്കും കൂടും. ഈ മാസത്തെ ബില്ലിൽ വൈദ്യുതി യൂണിറ്റിന് 19 പൈസ വെച്ച് സർചാർജ് ഈടാക്കും. കഴിഞ്ഞ 6 മാസമായി നിലവിലുള്ള 9 പൈസയ്ക്ക് പുറമെ 10 പൈസ കൂടി സർചാർജ് ഏർപ്പെടുത്താനാണ് പുതിയ തീരുമാനം. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിൽ പുലി പശുവിനെ കൊലപ്പെടുത്തി. 1-ാം ബ്ലോക്കിൽ ലയങ്ങളോട് ചേർന്നുള്ള എണ്ണപ്പനത്തോട്ടത്തിൽ കൂട്ടത്തോടെ നിന്നിരുന്ന പശുക്കളിൽ ഇന്ന് 6 മാസം പ്രായമുള്ള പശുവിനെയാണ് പുലി കൊലപ്പെടുത്തിയത്. മദ്യലഹരിയിൽ സുഹൃത്തിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി മണിയാടൻ ശരത് കുമാറാണ് അറസ്റ്റിലായത്. തലയിൽ പ്ലാസ്റ്റിക് ടിൻ കുടുങ്ങി പ്രാണരക്ഷാർത്ഥം ഓടി നടന്ന തെരുവുനായയ്ക്ക് രക്ഷകരായി ദമ്പതികൾ. ചളിങ്ങാട് വാഴപ്പറമ്പിൽ ഷിഹാബ് ആബിദ ദമ്പതികളാണ് തെരുവുനായയ്ക്ക് രക്ഷകരായത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് വീട്ടുമുറ്റത്തെത്തിയ നായയെ ഷിഹാബും ഭാര്യയും ചേർന്ന് കുടുക്കിട്ട് പിടികൂടുകയായിരുന്നു. കയ്പമംഗലം കാക്കാത്തിരുത്തി ബദർ ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മദ്രസ ഗ്രൗണ്ട് ഹൈലെവൽ ട്രസ്റ്റ് വർക്കിന്റെ ഉദ്ഘാടനവും മധു മജ്ലിസും സ്നേഹാദരവും സംഘടിപ്പിച്ചു. പാണക്കാട് ഫസൽ ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പൈനൂർ NLP സ്കൂളിലെ 1980-82 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. കോതക്കുളത്ത് നടന്ന സംഗമത്തിൽ പൂർവ്വ അധ്യാപകരായ വസുമതി, നിമ്മി എന്നിവരെ ആദരിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.